ബിൽക്കിസ് ബാനുവിൻ്റെ നീതിയെക്കുറിച്ച് ഇപ്പം നിങ്ങൾ മൂന്ന് പേരും പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് തിരികെ പോകുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ എങ്ങനെയാണ് ഇന്ത്യയിൽ നീതി കശാപ്പ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അതുകൂടി ഇന്നത്തെ ദിവസം വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ രാമക്ഷേത്ര നിർമ്മാണം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇനിയും ഒരു 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. കൃത്യം 2 ആഴ്ചക്കുള്ളിലാണ് ഈ പ്രതികളോട് തിരിച്ച് ജയിലിലേക്ക് പോകാൻ സുപ്രീം കോടതി ആവശ്യപ്പെടുന്നത് എന്നുള്ള ഒരു വിരോധാഭാസം യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസത്തിനുണ്ട് എന്നുള്ളത്. രാമക്ഷേത്രത്തിന് ഉദ്ഘാടന ചടങ്ങിന് ഇവരുണ്ടാവില്ല. ഇല്ല, 22-ാം തീയതിയാണ് രാമക്ഷേത്ര നിർമ്മാണം. രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഉദ്ഘാടനത്തിന് ഇനിയിപ്പോൾ 2 ആഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. 14 ദിവസം. ഈ ദിവസം മുതൽ 2 ആഴ്ച വരെയുള്ള ദിവസമാണ് ഇവരോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായി കാണേണ്ടത്. നോക്കൂ, BJPയുടെ കീഴിൽ എങ്ങനെയാണ് ജുഡീഷ്യറിയെ സ്വാധീനിക്കുന്നത് എന്നതിൻ്റെ ഒരു തുറന്നു പറച്ചിൽ കൂടിയാണ് ജസ്റ്റിസ് BV നാഗരത്നയുടെ വിധി എന്നെടുത്തു പറയാതിരിക്കാൻ വയ്യ. കൃത്യമായി കോടതി സൂചിപ്പിച്ചിരിക്കുന്നത് എന്താണ്? കുറ്റവാളികളുമായി ഗുജറാത്ത് സർക്കാർ കൂട്ടുചേർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും വലിയൊരു ഇൻഡിക്ട്മെന്റ് വേറെ ഈ സമീപകാലത്തൊന്നും നമ്മൾ ഒരു സർക്കാരിൻ്റെയും കാര്യത്തിൽ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. സർക്കാർ പുറത്തുകൊണ്ട കാര്യം കുറ്റവാളികളെ കൂട്ടുചേർന്നു എന്നാണ് പറയുന്നത്. ഈ അപ്രിഹെൻഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോടതി, അതായത് സുപ്രീം കോടതി കേസ് ട്രാൻസ്ഫർ ചെയ്തത്. 2004 ട്രാൻസ്ഫറിങ് ഓഫ് കേസസ് ഉണ്ടാകുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ഇതേ അപ്രിഹെൻഷൻ, അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും ഭരിക്കുന്ന കാലഘട്ടത്തിലെ അതേ അപ്രിഹെൻഷൻ തന്നെ കോടതി ഇന്നും തുടരുന്നു ഗുജറാത്ത് സർക്കാരിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഗുജറാത്ത് സർക്കാർ മാത്രമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ്, കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ അനുമതിയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അന്നത്തെ ഗുജറാത്ത് സർക്കാർ ഇവരെ ജയിൽ മോചിതരാക്കാനുള്ള തീരുമാനമെടുത്തതെന്ന് പറയുമ്പോൾ ഈ കേസിൻ്റെ വിധി യഥാർത്ഥത്തിൽ BV നാഗരത്നയുടെ വിധി യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് കൂടി ബാധകമാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നോക്കൂ, നമ്മളിപ്പോൾ കാണേണ്ടത് എങ്ങനെയാണ്? ഗുജറാത്ത് മാത്രമല്ല, മണിപ്പൂരിലും വംശഹത്യ നടന്നതാണ്. അവിടെയും 24 മണിക്കൂറിനപ്പുറത്തേക്ക് ആ വംശഹത്യ നീളുമ്പോൾ നേരത്തെ ഒരു പോലീസുകാരൻ പറഞ്ഞതുപോലെ അതിൽ സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ പിന്തുണയുണ്ടെന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞതുപോലെ മണിപ്പൂരിലും ഏതാണ്ട് 6 മാസക്കാലമോളം ഒരു വംശഹത്യ തുടരുകയാണ്. അവിടെ പ്രധാനമന്ത്രി പോയില്ല, പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയില്ല. പാർലമെൻറ്റിൽ ക്രിസ്ത്യൻ വംശഹത്യയ്ക്ക് എതിരെ പ്രതിപക്ഷം ഒന്നടങ്കം ആ സമ്മേളനമാകെ ബഹിഷ്കരിക്കുകയും ആ സമ്മേളനമാകെ അലങ്കോലമാക്കുകയും ചെയ്തിട്ട് ഈ ക്രിസ്ത്യൻ മതപണ്ഡിതന്മാർക്ക് പ്രധാനമന്ത്രിയെ നേരിട്ട് കിട്ടിയിട്ട് അത് ചോദിക്കാൻ പോലും ആ നിലയിലുള്ള ഭയമാണ് രാജ്യത്ത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാർ സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ്. തൊട്ടു മുന്നിൽ കിട്ടുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു പാർലമെൻറ്റ് ആകെ തന്നെയും ഒരു സെഷൻ ആകെ തന്നെയും പൂർണ്ണമായും നിശ്ചലമാക്കിയ ഒരു പ്രതിപക്ഷം ഇന്ന് ഈ രാജ്യത്തുണ്ട്. പക്ഷേ ആ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ഒരു വളരെ നേർത്തതായി പോലും യഥാർത്ഥത്തിൽ ഈ മതപണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് പറയുന്ന വിധത്തിലുള്ള ഭയം, ആ ഭയം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് ഈ രാജ്യത്ത് സൃഷ്ടിക്കാനായിട്ടുണ്ട്. എനിക്കും നിങ്ങളെ ഓരോരുത്തർക്കും ആ ഭയം ഉണ്ടാകും ഓരോ തലത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, 2002 ബിൽക്കിസ് ബാനു ക്രൂരമായി, നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ റേപ്പ് ചെയ്യപ്പെടുന്നത്, 5 മാസം ഗർഭിണിയായിരുന്നപ്പോൾ റേപ്പ് ചെയ്യപ്പെടുന്നത്, അവളുടെ കയ്യിലുണ്ടായിരുന്ന 3 വയസ്സുള്ള കുഞ്ഞിനെ പാറക്കൂട്ടത്തിലേക്ക് എറിഞ്ഞ് കൊല്ലുന്നത്, അവരുടെ ഒരു കസിൻ 2 ദിവസമേ ആയിട്ടുള്ളൂ പ്രസവിച്ചിട്ട്, അവരെ ബലാത്സംഗം ചെയ്യുന്നു, ആ കുഞ്ഞിനെ കൊല്ലുന്നു, ഇവരോടൊപ്പം 14 ബന്ധുക്കളെ കൂടി കൂട്ടക്കൊല ചെയ്യുന്നു. അതും നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തൊട്ടയൽവാസികളായ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പരസ്പരം കാണുന്ന ആളുകളാണ് ഈ റേപ്പ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. വളർച്ച കണ്ടു നിന്നവരാണ് എല്ലാ കാലഘട്ടത്തിലും വളരെ ചെറുപ്പം മുതൽ ഈ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ബിൽക്കിസ് ബാനു ഇവരെയൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണല്ലോ അവരുടെ തന്നെ വിശദീകരണത്തിൽ പറയുന്നത്. നോക്കൂ, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? 2004 കേസ് സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് എടുക്കുമ്പോൾ പോലീസിൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ല. പോലീസിൻ്റെ ഭീഷണി മൂലം ഒരു സാക്ഷിയും രംഗത്ത് വരാൻ തയ്യാറല്ല. തെളിവുകൾ പൂർണ്ണമായും നശിപ്പിച്ചിരുന്നു. കൊല ചെയ്യപ്പെട്ട ആളുകൾക്ക് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് മുമ്പ് അവരെ കവറടക്കിയിരുന്നു, അവരെ ഭൂമിക്കടിയിലാക്കിയിരുന്നു എന്നുള്ള നിലയിൽ ഇതൊരു പക്ഷേ തെളിവായി വരിക എന്ന് പറയുന്നത് അസംഭാവ്യമായിരുന്നു. എന്തെങ്കിലും തരത്തിൽ ഈ കൊലപാതകത്തിന്, ഈ റേപ്പിന് തെളിവ് കിട്ടുക എന്നുള്ളത് അസംഭാവ്യമായിരുന്നു. പോലീസ് ഡോക്ടർ പോലും ഇവർ റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ആദ്യം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ നിലയിൽ പിന്നീടാണ് 2004 സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് FIR വരുന്നത്. ബിൽക്കിസ് ബാനു കേസിൽ FIR വരുന്നത് 2004 നീണ്ട 2 വർഷങ്ങൾക്ക് ശേഷം. ആ നീണ്ട 2 വർഷങ്ങൾക്ക് ശേഷം അവിടെ
ആ പറയുന്ന സംസ്ഥാനത്ത് ഇത് വിചാരണ ചെയ്യപ്പെട്ടാൽ അത് ശിക്ഷിക്കപ്പെടില്ല, അല്ലെങ്കിൽ അതൊരു നീതിപൂർവമായ വിചാരണയാകില്ല എന്ന് കണ്ടിട്ടാണ് മഹാരാഷ്ട്ര കോടതിയിലേക്ക് വിടുന്നത്. ഇതൊക്കെ തന്നെയും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ പോലും ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാനോ സാധിക്കാത്ത കാര്യമാണ് എന്നുള്ളതാണ്. നേരത്തെ ഉണ്ണി പറഞ്ഞല്ലോ, ഈ കോടതിയെ കൺവിക്റ്റ് ചെയ്യപ്പെട്ട ഒരാൾ തെറ്റിദ്ധരിപ്പിച്ചു, ഗുജറാത്ത് ഹൈക്കോടതി തെറ്റിദ്ധരിപ്പിച്ചു എന്ന്. നോക്കൂ, ജസ്റ്റിസ് KM ജോസഫ് അന്ന് ഈ വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ, ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഗുജറാത്ത് ഹൈക്കോടതിയോട് ഗുജറാത്ത് സർക്കാരിനോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഈ കേസ് ഉരുട്ടിക്കൊണ്ടുപോകുന്നത് എന്തെന്നറിയാം, കാരണം ഞാൻ റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കേസ് ഉരുട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കുമെന്ന് പറഞ്ഞു. നോക്കൂ, അന്ന് KM ജോസഫിനോട് ഒപ്പമുണ്ടായിരുന്ന നാഗരത്നെയാണ് ഒരുപക്ഷെ ഒരു സർക്കാരിനെതിരെ കിട്ടാവുന്ന ഏറ്റവും ആഘാതമുള്ള കരണത്തടി കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ KM ജോസഫിന് ഇത്രയും വലിയ വിധി എഴുതാൻ കഴിയുമോ എന്ന് നമ്മൾ സംശയിക്കണം. കാരണം BV നാഗരത്നൻ, KM ജോസഫ് വളരെ നല്ല ജഡ്ജാണ്, വളരെ നീതിപൂർവമായി പ്രവർത്തിക്കുന്ന ജഡ്ജാണ്. നാഗരത്ന കൊടുത്ത അടി എന്ന് പറയുന്നത് ഒരുപക്ഷെ KM ജോസഫിന് കൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള അതിഭയങ്കരമായ അടിയാണ്. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിനകത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതിന് എല്ലാം ഉപോത്ബലകമായി നമ്മളാരും ഈ കാര്യങ്ങൾ പറയണമെന്നില്ല. പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി തൊട്ടടുത്ത് നരേന്ദ്രമോദിയെ ഇരുത്തി പറഞ്ഞിട്ടുണ്ട് രാജധർമ്മ പാലിക്കണമെന്ന്. ആ രാജധർമ്മം പാലിച്ചില്ല എന്നതിൻ്റെ അവസാനത്തെ മറ്റൊരു വിധിന്യായം കൂടിയാണ്. ഇത് അവസാനത്തതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം 2013 നരേന്ദ്രമോദിക്കെതിരെ വേണ്ടത്ര തെളിവില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിട്ടയച്ചത് അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം സംബന്ധിച്ച്. ഇത് അവസാനത്തെ വിധിയായിരിക്കില്ല. ഇനിയും കോടതികൾ വരും, ഇനിയും ഈ കാര്യങ്ങൾ തുറന്ന് പരിശോധിക്കേണ്ടി വരും കോടതിക്ക്. കാരണം മനുഷ്യജീവൻ്റെ, മനുഷ്യരക്തത്തിൻ്റെ വില അതൊരു കാരണവശാലും അതിൽ നിന്ന് കൈകഴുകി പോകാൻ ചരിത്രത്തിലെ ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട്. മാത്രമല്ല അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ഒരു രാജ്യത്ത് നീതി പുലരുന്നു എന്നതിൻ്റെ തെളിവ് ആ രാജ്യത്തെ സ്ത്രീകൾ എങ്ങനെ ബഹുമാനിക്കപ്പെടുന്നു എന്നതിൻ്റെ അളവിനെ ആശ്രയിച്ചിരിക്കും. ഇവിടെയാണ് ബിൽക്കിസ് ബാനുവിൻ്റെ കരച്ചിലുണ്ടാകുന്നത്. നേരത്തെ നികേഷ് കുമാർ പറഞ്ഞതിനോടൊപ്പം ഒന്നുകൂടി കൂട്ടിച്ചേർക്കട്ടെ, ഈ 2 വർഷമെടുത്ത് FIR എടുക്കാൻ ഈ കേസിൽ. പക്ഷേ ശിക്ഷയിളവ് നൽകാൻ പരാതി നൽകി ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുക്കാൻ മൊത്തം എടുത്ത സമയകാലാവധി എത്രയാണെന്നറിയാമോ? 6 ദിവസമാണ്. 6 days ഈ 11 പ്രതികളെയും വെറുതെ വിടാൻ വേണ്ടി. അതാണ് ഇന്ത്യ, അതാണ് ഗുജറാത്ത് സർക്കാർ എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. Meet the editors.